ഇപ്പോൾ ശ്രീ പാണ്ഡ്യാല ഷാജി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം പ്രതികരിക്കാൻ. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇതാ ഇന്നലെ കേരളം മുഴുവനുള്ള ഈ ഒരു അഴിഞ്ഞാട്ടം, അതിനുശേഷം ഇന്നിതാ എത്തി നിൽക്കുകയാണ്. അങ്ങേക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? കാരണം അതിശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇ ഡിയുടെ തീരുമാനം. വീണ തൈക്കണ്ടിയെ വീണ്ടും വിളിപ്പിക്കും. ഈ ഡയറിക്കുറിപ്പിൽ പേരുള്ള ഷോർട്ട് ഫോമുള്ള മറ്റ് നേതാക്കളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതായത് അന്വേഷണം കടുപ്പിക്കുകയാണ് ശ്രീ പാണ്ഡ്യാല ഷാജി. അന്വേഷണം ഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും CPM ഇതുവരെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നതും തനിക്ക് വേണ്ടി മാത്രമായി പറഞ്ഞ് പ്രചരിപ്പിച്ച് കിട്ടിയിരിക്കുന്ന പ്രതിരോധത്തിന്റെ ലാപ്പുറി എന്നത് അഥവാ രാവണൻകോട്ട പൊളിഞ്ഞു വീഴും. അതാണ് അതിന് ഏറ്റവും പ്രാഥമികമായ കാര്യം. കാരണം ഇതിൽ ഞാൻ ഇന്നലെ ജനറൽ ഡിസ്കഷനകത്ത് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ സാധനത്തിനകത്ത്. ഇത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ കയറ്റിയാണ്, വിജയൻ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ കയറ്റിയാണ്. പാർട്ടി കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് അയാൾക്ക് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന പദവി, അതോടൊപ്പം തന്നെ പിന്നീട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവി, പാർട്ടി സെക്രട്ടറി എന്ന് പറയും. ഈ മൂന്ന് പദവികളും ഉപയോഗിച്ച് അയാൾ വാസ്തവത്തിൽ പാർട്ടിയെ അഴിമതിവൽക്കരിക്കുകയായിരുന്നു. ഈ അഴിമതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനം പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ കുടുംബത്തിനേക്കാൾ സമസ്ത സ്വത്ത് വാരിക്കൂട്ടിയത്. ഇത് കൂട്ടിയത് ഇയാളുടെ മകൾക്ക് വേണ്ടിയായിരുന്നു. അതാണ് CMRL ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. അപ്പൊ ആ വിഷയത്തിനകത്ത് പാർട്ടിയെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുള്ള വിജയൻ തന്റെ മകൾ ഇതിനകത്ത് പ്രതിയേർക്കപ്പെടുമെന്ന് വന്നതോടെ, അല്ലെങ്കിൽ പ്രതിപട്ടികയിലേക്ക് കയറുമെന്ന് വന്നതോടെ എന്ത് ചെയ്യാണ്? പാർട്ടിയെ ഉപയോഗിച്ച് മകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്ത് ചെയ്യാണ്? ഈ തനി ഒരു പാർട്ടി രാഷ്ട്രീയവുമായിട്ട് മൂലബന്ധമില്ലാത്ത ക്രിമിനലുകളെ തെരുവിലേക്ക് വലിച്ചിഴച്ച് ഈ വിഷയത്തെ അട്ടിമറിക്കാനായാണ് ഇതൊരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാൻ. പാണ്ഡ്യാല ഷാജി, അതില് അങ്ങയുടെ പഴയ സുഹൃത്ത് ശ്രീ EP ജയരാജൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് പറയട്ടെ. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിന് നേരെയുള്ള ആക്രമണം, തിരുവനന്തപുരത്തുണ്ടായത് സ്വാഭാവികമായ പ്രതികരണം, ക്ഷുഭിതരായ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാറുമായി പോയത് ശരിയായില്ല, ഏത് ഗാന്ധിയനായാലും പ്രതികരിക്കും. എങ്ങനെ തോന്നുന്നു? അല്ല, ഇതെല്ലാം പറഞ്ഞാൽ ഒന്നാമത് EP ജയരാജനെ പോലത്തെ ആളുകൾ വിടുവായത്വമല്ലാതെ അയാൾക്ക് ഒന്നും പറയാൻ അറിയില്ലാതെ. അതെല്ലാം വെറുതെ ഇങ്ങനെ ഞാൻ പണ്ട് യൂണിവേഴ്സൽ ഇഡിയറ്റ് എന്നാണ് ഞാൻ അയാളെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് അയാളെ കുറിച്ച് ഇതൊന്നും പറയാല്ല. അയാൾ പിന്നെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കൾ അയാൾക്ക് ശിവായി പണിയെടുക്കലാണ് EP ജയരാജൻ. അതൊന്നും പരിഗണന പോലും അറിയിക്കുന്നത് ഇവരൊക്കെ വിട്ട് ഇത് ഇത്ര ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അയാൾ ചെയ്യുന്നത് എന്താ അറിയോ? അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല, അത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവനെ ആക്സിലറേറ്റ് ചെയ്ത പണിയാണ്. ഇവരെന്ത് സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇയാൾ? എന്ത് സാമൂഹികമായ ഉത്തരവാദിത്ത ബോധമാണ് ഇയാൾക്കുള്ളത്? ഇല്ലല്ലോ. ഇത് തന്നെയാണ് വിജയന്റെ ഭാഗത്ത്. വിജയൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ടല്ലോ അതിനകത്ത്. വിജയൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന കമന്റ് ഏറ്റവും അയാൾ ഇന്നലെ വളരെ സൂക്ഷ്മമായാണ് സംസാരിച്ചത്. അയാൾ ഒരു സ്ഥലത്ത് പോലും ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ അമിത്ഷാക്കെതിരായിട്ട് ഒരു അക്ഷരം അയാൾ ഉരിയാടിയിട്ടില്ല ഇന്നലെ. അതിന് പകരം വെച്ച് പ്രതിപക്ഷ നേതാവിനെ അയാൾ കൂട്ടുപിടിച്ചു. ഇങ്ങനെ കൂട്ടുപിടിക്കുന്നിടത്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായിരിക്കുന്നത് ഒരു വിഷയമുണ്ട്. അയാൾ വാരിക്കുഴിയിൽ വീണിരിക്കുന്നുവെന്ന്. ഈ വാരിക്കുഴിയിൽ വീണിരിക്കുന്നിടത്ത് രക്ഷപ്പെടണമെങ്കിൽ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. ആ ഡൈവേർഷനാണ് വാസ്തവത്തിൽ ഇയാൾ ആഗ്രഹിക്കുന്നത്. ആ ഡൈവേർഷൻ നടക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ നടക്കാത്തൊരവസ്ഥയിലേക്ക് ആ സാധനം മാറുകയും ചെയ്യും. അതുകൊണ്ട് വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനകത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ രൂപപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യണം. അഥവാ അതൊരു ഗുണ്ടാരാജിലേക്ക് മാറ്റുക, ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിലേക്ക് പാർട്ടി സംഘടന ഉപയോഗിച്ച് കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന അങ്ങേയറ്റം ദുർബലവും അങ്ങേയറ്റം ഭീരുത്വമാർദ്ദവുമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തെ എന്താ പറയാ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് അയാൾ ആലോചിക്കുകയും ആഗ്രഹിക്കുന്നത്. അതൊരു കാരണവശാലും നടക്കുന്ന വിഷയമായിരിക്കില്ല. കാരണം അഴിമതി വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നും ഇത് വിജയനും കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന അഴിമതിയുടെ വിഷയമാണ് എന്ന് കേരളം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഒരിക്കൽ പോലും ബഹുജനത്തിന്റെ പങ്കാളിത്തത്തോടെ നോക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഈ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമത്തിനകത്ത് ഇന്നലെ ഇങ്ങനത്തെ ഒരു റെയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിണറായി എന്ന ഗ്രാമത്തിലെ ഇയാളുടെ വീട്ടിലത്തേക്ക് എത്ര ആളുകൾ വരണം? ഈ ഗ്രാമത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഉറുമ്പൻ കുട്ടികളെ പോലെ തൊഴിലാളികളും വൃദ്ധന്മാരും ചെറുപ്പക്കാരും കുട്ടികളും മുഴുവൻ ഇയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തട്ടെ. പ്രതിരോധത്തിന്റെ ഭാഗമായി വരണ്ടേ? ഒരൊറ്റയാൾ വന്നില്ല. ഇത് വരാതിരിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വിഷയത്തെ അട്ടിമറിച്ച് കളിയാണ്. അതിന് അട്ടിമറിക്കുന്ന ക്രമസമാധാന പ്രശ്നമാവുകയും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തെയും അഴിമതിയുടെയും വിഷയം എന്തായിത്തീരുന്നു. അത് പിന്നെ ആളുകളുടെ ബോധമണ്ഡലത്തിൽ മാറ്റിക്കളയുകയും ചെയ്യാന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവതരമായിരിക്കുന്ന ഭാഗവും EDയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഗൗരവമേറിയിരിക്കുന്ന കർശനമായ നടപടികളും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. യെസ്, വളരെ നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി. ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ